ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു മേഖലയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത് നിഷ് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്തെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിഷായിട്ട് ഓഡിയൻസ് സെലക്ട് ചെയ്യുക, അവരെ മാത്രം ടാർഗറ്റ് ടിപ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ടാണ് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നീ എക്സ്പെർട്ട് ആയിരിക്കണം. വെബീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ളത് നമ്മൾ എഡ്യൂക്കേഷൻ മേഖലയിൽ എക്സ്പെർട്ടാണ്. പേഴ്സണലി ഞാൻ തന്നെ 3 വർഷം ഒരു എഡ്യൂക്കേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ മേഖല ക്ലയൻസ് ഉണ്ട്. അവരുടെ സ്ട്രാറ്റജി കംപ്ലീറ്റ് ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ടാർഗറ്റ് സെഗ്മെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒന്നെങ്കിൽ കേരളം ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും എന്തിനാ കേരളം ഇന്ത്യ നമുക്ക് കൊടുത്തൂടെ? ഒരു വൈഡ് ഓഡിയൻസ് ആണ്, കോമ്പറ്റീഷൻ കൂടി. അവിടേക്ക് താഴെ ചെയ്യുന്നവരില്ലേ, ഒന്നുകൂടെ പോട്ടെ, ഒന്നുകൂടി ചെറുതാകുക. ഞാൻ മലപ്പുറം ജില്ല മാത്രം കോൺസെൻട്രേറ്റ് ബെസ്റ്റ് സ്ട്രാറ്റജി. നമ്മളൊരു ഡിഷായിട്ടുള്ള മലപ്പുറം മാത്രം ടാർഗറ്റ് ചെയ്യുക. അവിടെയുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനം ടാർഗറ്റ് ചെയ്യുക. മലപ്പുറത്തെ സ്കൂളുകൾ, കോളേജുകൾ അവർക്കൊക്കെ ഡീറ്റെയിൽ മാറ്റി കൊടുക്കാന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സ്വഭാവമായിട്ട് കാലിക്കറ്റ് തൊട്ട് തൃശ്ശൂർ വരും. ഇത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്നുള്ള നീ പൊസിഷൻ ചെയ്യണം. നമ്മളെ ബ്രാൻഡിങ്ങിനെ വിജയിക്കും.